നമസ്കാരം, ഇത് IBN മലയാളം. ആഴക്കടൽ മത്സ്യബന്ധനം നടത്താൻ ഇന്ത്യയിൽ ആദ്യമായി ലൈസൻസ് നേടിയ സ്ത്രീ. തൃശ്ശൂർ ചാവക്കാട് സ്വദേശിനി രേഖ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായ ചിത്രവും പോസ്റ്റുമാണ് ഇത്. ആരാണ് രേഖ? രേഖയെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാം. കടലിലെ പെൺകരുത്ത് രേഖ കാർത്തികേയൻ. ജീവിതത്തിൻ്റെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും ചങ്കൂറ്റത്തോടെ നേരിടാനായി ആഴക്കടലിലേക്ക് വലയെറിഞ്ഞവൾ. തൃശ്ശൂർ ചാവക്കാട് ചേറ്റുവ ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ച് സ്വദേശിനി. അടുക്കളയിൽ നിന്ന് കടലിലേക്കെത്തിയ രേഖയുടെ നിശ്ചയദാർഢ്യത്തിൻ്റെ കഥ നാം അറിയണം. ഫിഷർമാൻ എന്ന സങ്കല്പത്തിൽ നിന്ന് ഫിഷർ വുമൺ എന്ന കാഴ്ചപ്പാടിലേക്ക് ഗവൺമെൻറ്റിനെ പോലും മാറ്റിയത് രേഖ എന്ന പെണ്ണിൻ്റെ ധൈര്യമാണ്. ആഴക്കടലിൽ പോയി കൊമ്പൻ സ്രാവിനെ വേട്ടയാടുന്ന അരയൻ്റെ കഥയോടൊപ്പം ഇനി രേഖയുടെ കഥ കൂടി പറയേണ്ടി വരും. ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വലിച്ചെറിഞ്ഞ് ആഴക്കടലിനെ ജയിച്ച പെണ്ണാണ് രേഖ. ഇന്ത്യയിൽ ആഴക്കടൽ മത്സ്യബന്ധനത്തിന് ലൈസൻസ് ഉള്ള ഒരേയൊരു സ്ത്രീ. ധീര വനിതകളെയും വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും കുറിച്ച് പഠിപ്പിക്കുമ്പോൾ ഇനി മുതൽ രേഖ എന്ന പേരും അനിവാര്യമാകും. കാറ്റും കോളും കൂറ്റൻ തിരമാലകളും രേഖയ്ക്ക് മുന്നിലും കീഴടങ്ങും. ജീവിതം കടൽ പോലെ ചോദ്യചിഹ്നമായപ്പോൾ വിശ്വാസങ്ങൾക്ക് മീതെ രേഖ വല വീശിയെറിഞ്ഞു, മീൻ പിടിച്ചു. തൃശ്ശൂർ ചേറ്റുവയിലെ രേഖയുടെ ജീവിതം ഒരു പാഠപുസ്തകം ആവുന്നത് അങ്ങനെയാണ്. നീന്താൻ അറിയാത്ത ഒരു പെണ്ണ് കടൽ താണ്ടിയ ദുരിതത്തിൻ്റെ കഥ രേഖ പറയുകയാണ്. കൂർക്കഞ്ചേരിയിൽ വളർന്ന രേഖയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്ത് കടൽ എന്നത് ഭീകരമായ ഒന്നായിരുന്നു. വല്ലപ്പോഴും അകലെ നിന്നും മാത്രം നോക്കിക്കണ്ട ഒന്ന്. മത്സ്യത്തൊഴിലാളിയായ കാർത്തികേയനുമായുള്ള പ്രണയ വിവാഹത്തെ തുടർന്ന് രേഖ ഏങ്ങണ്ടിയൂർ ഏത്തായ് ബീച്ചിലേക്ക് മരുമകളായി എത്തി. സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ. ആദ്യകാലത്ത് വല്ലപ്പോഴുമൊക്കെ അടുക്കളയിൽ നിന്ന് രേഖ മീൻവല നുള്ളാൻ കടൽക്കരയിലെത്തി. ഇതിനിടെ ജീവിത പ്രാരാബ്ധം കൂടി വന്നു. മക്കൾ 4 പെൺകുട്ടികൾ. അവരെ വളർത്തണം, പഠിപ്പിക്കണം. ആകെ കിട്ടുന്ന മീനിൻ്റെ 1/4 വിലയും എണ്ണച്ചെലവും ബാക്കി വരുന്നത് ബോട്ടിൽ വരുന്ന സഹായിക്കും പങ്കുവെക്കേണ്ടി വരുന്ന ദുരവസ്ഥയിൽ നട്ടം തിരിയുകയായിരുന്നു കാർത്തികേയൻ. ഒരു നാൾ രേഖ ഒരു തീരുമാനമെടുത്തു. ഞാനുമുണ്ട് ഇനി മുതൽ കടലിലേക്ക്. ആദ്യമൊന്ന് മടിച്ചു, പതിവില്ലാത്തതാണ്. ആരും സ്വന്തം പെണ്ണിനെ കടലിലേക്ക് മീൻ പിടിക്കാനായി കൂടെ കൊണ്ടുപോയിട്ടില്ല. കൂടുതൽ ചിന്തിച്ചില്ല. സ്വന്തം ജീവിതം കാർത്തികേയനെ പുതിയ പാഠം പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ഭർത്താവിനൊപ്പം രേഖയും കടലിലേക്കിറങ്ങി. തിരമാലകൾ ആർത്തലച്ചപ്പോൾ ആദ്യ ദിനം ചോര വരെ ഛർദ്ദിച്ചു. പിന്നെ കടൽ ചുരുക്കിനെ രേഖ കീഴടക്കി. അപ്പോഴേക്കും കരരേഖയെ കൈയൊഴിഞ്ഞു. ചുറ്റുമുള്ളവരിൽ നിന്ന് മോശമായ സമീപനമാണ് രേഖയ്ക്കും കാർത്തികേയനും നേരിടേണ്ടി വന്നത്. പെണ്ണ് കടലിൽ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് പറഞ്ഞ് പലരും വിലങ്ങുതടിയായി. പക്ഷേ മുന്നിലുള്ള ജീവിത യാഥാർത്ഥ്യങ്ങൾ രേഖയെ പിന്തിരിപ്പിച്ചില്ല. അവൾക്ക് മുന്നിൽ പരിഹാസവും ഭീഷണിയും വിലപ്പോയില്ല. അങ്ങനെ രേഖയും കാർത്തികേയനും തങ്ങളുടെ ഫൈബർ വള്ളത്തിൽ ആഴക്കടലിലേക്ക് യാത്ര തുടങ്ങി. ചേറ്റുവ കടപ്പുറത്ത് രേഖയുടെ വീടുണരുന്നത് പുലർച്ചെ 4-നും ചിലപ്പോൾ 3 മണിക്കുമാണ്. വള്ളവും വലയും ഇന്ധനവുമായി 2 പേരും ഇറങ്ങും. മീൻ കിട്ടുന്നതിനനുസരിച്ച് കരയിലേക്കുള്ള മടക്കം. ചിലപ്പോൾ നിറയെ മീൻ കിട്ടും, ചിലപ്പോൾ ഒന്നുമില്ലാതെ കയറി വരും. മണ്ണെണ്ണ, പെട്രോൾ എന്നിവയ്ക്ക് ചെലവ് വരും. ആരും അറിയപ്പെടാതെ എത്രയോ നാൾ രേഖ കടലിൽ പോയി കരയിൽ തിരിച്ചെത്തി. അവിചാരിതമായാണ് ഒരിക്കൽ സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്യോഗസ്ഥർ കടലിൽ വലയെറിയുന്ന ഒരു പെണ്ണിനെ കാണുന്നത്. ഇന്നോളം കാണാത്ത കാഴ്ച. അവരുടെ അത്ഭുതം പിന്നെ അംഗീകാരമായി മാറി. വലിയൊരു ചടങ്ങിൽ മുൻ കേന്ദ്ര കൃഷി സഹമന്ത്രി സുദർശൻ ഭഗത് പൊന്നാട അണിയിച്ച് ആദരിച്ചു. അതോടെ കാലവും കടലും വഴിമാറുകയായിരുന്നു. ഇനി ഏത് പെണ്ണിനും കടലിൽ വലയെറിയാം. 2016 ആഴക്കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നതിനുള്ള ലൈസൻസ് രേഖയെ തേടി എത്തുന്നത്. രാജ്യത്ത് തന്നെ ഇത്തരത്തിൽ ലൈസൻസ് ലഭിച്ച ആദ്യ വനിതയും രേഖയാണ്. കടൽ രേഖയെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് 10 വർഷത്തിലേറെയായി. നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഇതിനോടകം രേഖയെ തേടിയെത്തി. രേഖയുടെ ജീവിതത്തെ വെള്ളിത്തിരയിൽ എത്തിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളും ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഓഖിയെ തുടർന്ന് തീരപ്രദേശങ്ങൾ കടൽ കയ്യേറിയതോടെ രേഖയുടെ വീടും കടലും തമ്മിലുള്ള ദൂരം 50 മീറ്ററായി. വീട്ടിലിരുന്നാൽ കടൽ കാണാമെന്ന് സാരം. നല്ലൊരു വീട്, മക്കൾക്ക് ജോലി, ഇതൊക്കെയാണ് രേഖയുടെ ഇനിയുള്ള സ്വപ്നങ്ങൾ. ന്യൂസ് ഡെസ്ക് IBN മലയാളം.